പാലക്കാട് ജില്ലയിലെ ഉയർന്ന റാങ്ക് നേടിയ ശ്രീനാഥ് സാറാണ് നമ്മുടെ മുന്നിലുള്ളത്. സാർ ഏതൊരു രീതിയിലാണ് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഈ ഒരു രീതിയിലെത്തിയത്? അതെ. അതായത് നമ്മള് ഫസ്റ്റ് എന്താ പറയാ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്തു. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് പിന്നെ നമ്മള് റിവിഷൻ. ഇപ്പൊ ഞാൻ എയിംസിലാവുമ്പോ എയിംസില് ഓഫ്‌ലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അവിടെ ഡെയിലി റിവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ റിവിഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. പിന്നെ എയിംസിന്ന് തന്നെ PDF മെറ്റീരിയൽസ്, SCERT ബുക്ക് അതൊക്കെ തരുമായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തു. പിന്നെ മെയിൻ ആയിട്ട് റിവിഷനാണ് കൂടുതൽ കൂടുതൽ ഉപകാരം ചെയ്തത് ഫോക്കസ് അല്ലേ? ചെയ്തത്. സാർ ഒരു ദിവസം എത്ര മണിക്കൂറായിരുന്നു പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത്? ഒരു ദിവസം നമുക്ക് എന്താ പറയാ മാക്സിമം നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ പഠിക്കും. മെയിനായിട്ട് എന്താ പറയാ വേറെ ഒരു പരിപാടി ഉണ്ടായില്ല. പഠിക്കുക പിന്നെ ഉറങ്ങുക. ഒരു 6 മണിക്കൂർ എന്തായാലും ഉറങ്ങും. ബാക്കിയുള്ള സമയം മാക്സിമം ഞാൻ പഠിക്കും. അപ്പൊ ഈ ഒരു വിജയത്തില് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ഏതൊരു ഘടകമാണ് സാറിനെ കൂടുതലും പ്രചോദിപ്പിച്ചിരുന്നത്? അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് പിന്നെ ക്ലാസ് എടുക്കുമ്പോഴായാലും പിന്നെ എന്താ നമുക്ക് വേണ്ടിയിട്ട് ഒരു മെന്റർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് മോട്ടിവേഷൻ തരും. അപ്പൊ അതൊക്കെ നല്ലൊരു ഓക്കെ. ഇതാണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്ത് മെസ്സേജാണ്, അതായത് ഏത് രീതിയിൽ പഠിച്ചാൽ എളുപ്പത്തിൽ അവർക്ക് കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് സാറിന് കൊടുക്കാനുള്ളത്? അതായത് നമ്മൾക്ക് കിട്ടും. നമുക്ക് ഈ ജോലി കിട്ടും പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനെ ഇറങ്ങി പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ലൊരു വിജയം ഓക്കെ സ്വന്തമാക്കാം. സാർ, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നത്. താങ്ക് യു സോ മച്ച്.